അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ അതാ കുറച്ച് റോസ് കൊമ്പ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ വീട് പണി എടുക്കുന്ന സമയത്ത് നമ്മൾ തറപ്പണി കഴിഞ്ഞ സമയത്ത് കുറേ ചെടികൾ നട്ടു വളർത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ വീട് പണി കഴിഞ്ഞിട്ട് പിന്നെ അത് അവിടെ ഫുള്ള് റബ്ബറാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കാനലായിട്ട് ചെടികളൊക്കെ പോയി. പിന്നെ അതാ ഇപ്പോഴാണ് വാങ്ങണത്. അപ്പോൾ ഞാൻ ഈ ഒരു കവറിൽ നടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇതാ ഏട്ടൻ നമ്മൾ അടുത്ത വീട്ടിൽ കിണറ്റിൽ നിന്നാണ് കേട്ടോ വെള്ളം എടുക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഫുള്ള് കാട് പിടിച്ച് നിൽക്കുകയായിരുന്നു. അവിടെ ആൾ താമസം ഇല്ലേനും. അപ്പോൾ അവിടെ വൃത്തിയാക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ആ നേരം കൊണ്ട് ഞാനിതവിടെ നമ്മുടെ കവറുകളിലൊക്കെ മണ്ണൊക്കെ നിറച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് കുറച്ചെങ്കിലും വെയിൽ തട്ടുന്നത്. അപ്പോൾ ഈ കവറിലുള്ള റോസ് ചെടിക്ക് 20 രൂപയായിരുന്നു കേട്ടോ വില. അപ്പോൾ ഞാൻ 5 എണ്ണമാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഞാൻ മണ്ണൊക്കെ നിറച്ച് വെച്ച് കഴിഞ്ഞപ്പോഴാണ് അത് കൂടെ അങ്ങോട്ട് പോകാനുള്ള സ്പേസ് ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ അത് നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഉണ്ടായാൽ മതിയായിരുന്നു. നമ്മൾ നഴ്സറിയിൽ നോക്കുമ്പോൾ നല്ല പോലെ പൂവുണ്ടാവും. നമ്മൾ കൊടുന്ന് വെച്ചാൽ പൂവുണ്ടാവില്ല. പിന്നെ ഈ ചട്ടിയിലുള്ളതിന് 50 രൂപയുണ്ട് വില. അപ്പോൾ അങ്ങനത്തെ 2 എണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ കവറിലുള്ളത് അമ്മ വീട്ടിൽ നിന്ന് കൊമ്പ് മുളപ്പിച്ചിട്ട് തന്നതാണ് കേട്ടോ. പിന്നെ വണ്ടിയിലായതുകൊണ്ട് അങ്ങനെ കൊടുന്ന് വെച്ചു. ഞാനിതാ എൻ്റെ അതൊക്കെ കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മുറം ഇതൊക്കെ കേട്ടോ. അപ്പോൾ അത്രയുള്ളൂ നമ്മുടെ കുഞ്ഞ്